ഡോക്ടർ റോസ് നേര KGMCTA പ്രതിനിധി കൂടിയാണ് ടെലിഫോൺ ലൈനിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം ചോദിക്കൽ, നമുക്കറിയാം അദ്ദേഹം മുന്നോട്ട് വച്ച കാര്യങ്ങൾ അത് എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നടപടിയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിപ്പോ സ്വാഭാവികമായ ഒരു വകുപ്പ് തല ഒരു വിശദീകരണ ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ വന്നിരിക്കുന്നത്. അത് ഏതൊരു കേസിലും വരുന്നത് പോലെ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പൊ അതൊരു കടുത്ത നടപടികളിലേക്കോ അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് കരുതാം അല്ലെ? നേരത്തെ ആരോഗ്യമന്ത്രിയോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് ഇതൊരു പ്രതികാര നടപടിയായി കാണേണ്ടതില്ല, സ്വാഭാവികമായൊരു നടപടിക്രമം മാത്രമാണ് എന്ന്. അങ്ങനെ തന്നെയാണെന്ന് കരുതാം. അതെ അതെ. അതുപോലെ തന്നെ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നേരത്തെ മന്ത്രി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ജനപ്രതിനിധികൾ കയ്യിൽ നിന്ന് പൈസയിട്ട് വാങ്ങിച്ച പല ഉപകരണങ്ങളും കാണാനില്ല എന്നൊക്കെ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയോ മറ്റോ? അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, അതൊക്കെ അന്വേഷിക്കട്ടെ. ഓക്കെ ഓക്കെ. ശരി, നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. എന്തായാലും ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്ന് തന്നെയാണ് KGMCTA പ്രതിനിധികളും പറയുന്നത്. ഏതായാലും വിശദീകരണം ചോദിച്ച സ്ഥിതിക്ക് ഉടൻ തന്നെ ഒരു മറുപടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്.